ഇവിടുത്തെ ന്യൂനപക്ഷത്തെ കുടിച്ചു മൂടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായി ചടകുളഞ്ഞെഴുതിയിട്ട് അക്കാര്യം ഏറ്റെടുക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുളക്കത്തികൾ തയ്യാറാകുന്നു. എസ്വൈഎസും എസ്എസ്എഫും അതിന് തയ്യാറാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടും ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ അതിന്റെ പാഠ്യ പദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ 50 കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞ അത്രയും 10 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ ഇവിടുത്തെ സുന്നത്തിന്റെ മഹത്തിന് കഴിഞ്ഞു. പോരാ, അതിന്റെ അപ്പുറത്ത് ന്യൂഡൽഹിയുടെയും ഓൾഡ് ഡൽഹിയുടെയും ഒത്തുചേരുന്ന തലത്ത് ദറിയാഗഞ്ച് ഔറംഗസീബ് രാജാവിന്റെ മകൾ സീനത്ത് ബീവി നിർമ്മിച്ച പള്ളി, ആ പള്ളിയുടെ തൊട്ടടുത്ത അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ്. ആ കെട്ടിടത്തിൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്, സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല സ്ഥലത്തും അംഗീകാരം നേടിക്കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, മോഡിനെ കൊണ്ട് ഞങ്ങൾ ഒപ്പുവെപ്പിച്ചില്ലേ? ഗുജറാത്തിലെ മോഡിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. എന്താ മോഡിനെ കൊണ്ട് ഇതിനാ ഒപ്പുവെപ്പിക്കുന്നത്? കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠപുസ്തകം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല. എന്നാൽ ഗുജറാത്തിലും യുപിയിലും ബീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം. മദ്രസകളിൽ വെച്ചാണ്, സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കണം. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ AK അബ്ദുൽ ഹമീദ് സാഹിബ്, ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദ്രസകളുടെ മാനേജ്മെന്റും